പ്രിയരെ, ഏറെ വലിയ ഒരാഴ്ചയാണ് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇപ്പോൾ നാം കടന്നു പോകുന്നത്. നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് നടന്നു വരുന്നു. അതോടൊപ്പം 5 വർഷം കൂടുമ്പോഴുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലായിൽ നടന്നു വരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ നിലവിലെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പറഞ്ഞത് ഒന്നിച്ച് ചിന്തിക്കാം, ഒപ്പം നടക്കാം എന്നാണ്. അത് കേട്ടപ്പോൾ നാളിതുവരെ സഭയിൽ നടമാടുന്ന എല്ലാ അകൃത്യങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് എനിക്ക് തോന്നിയത്, ഭിന്നിച്ച് ഭരിക്കാം, ഒപ്പം ഒതുക്കാം, എല്ലാം അങ്ങ് ഒതുക്കാം. ഈ സീറോ മലബാർ അസംബ്ലിയിലെ ആദ്യ ദിവസത്തെ പ്രധാന പരിപാടി എന്താണ്? അസംബ്ലിയുടെ റിപ്പോർട്ട് 5 വർഷമായിട്ട് കഴിഞ്ഞ അസംബ്ലിയുടെ തീരുമാനങ്ങൾക്ക് ശേഷം എന്തൊക്കെ നടന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് വായിക്കലാണ്. അത് ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാമ്പാനിയാണ് നടത്തിയത്. എന്നാൽ നാളിതുവരെ കാലങ്ങളായിട്ട് സീറോ മലബാർ സഭയിൽ നടന്നു വരുന്ന മെത്രാന്മാരുടെ കളവ്, വ്യഭിചാരം, കൊലപാതകം, കന്യാസ്ത്രീ അടിമത്തം, ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളുടെ ഒരു ചർച്ചയോ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടോ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തെ കണക്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ ഏറ്റുമുട്ടലിനിടയാക്കിയ സഭയിലെ ഭൂമികളവ്, കള്ളപ്പണം, അതിനെ തുടർന്നുള്ള ക്രിമിനൽ കേസുകൾ, ഇതിനെക്കുറിച്ച് വല്ല ചർച്ചയും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഭിന്നിച്ച് ഭരിക്കാം, ഒപ്പം എല്ലാം ഒതുക്കാം. എല്ലാം പുതപ്പിനടിയിൽ, എന്താണ് ധ്യാന പ്രഘോഷകന്മാർ പറയുന്ന പോലെ, എല്ലാം പുതപ്പിട്ട് മൂടാം, എല്ലാം ഒപ്പം ഒതുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ സീറോ മലബാർ അസംബ്ലി, എപ്പിസ്കോപ്പൽ അസംബ്ലി, അതായത് വിശ്വാസ പ്രതിനിധികളും പുരോഹിത ശ്രേഷ്ഠന്മാരും സിനഡിലെ മെത്രാൻ പ്രാതിനിധ്യവും എല്ലാമുള്ള സഭയുടെ ഒരു കേന്ദ്ര സമിതി, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അനുസരിച്ച് എന്താണ്, വിശ്വാസി കേന്ദ്രിതമായ ഒരു സഭയുടെ ഒരു പ്രതീകമായ ഒരു ശക്തി, അധികാര കേന്ദ്രം. ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? ഒന്നാം ദിവസത്തെ റിപ്പോർട്ടിൽ സഭയെ കാതലായി ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞു പോയ സഭയിലെ കൊള്ളരുതായ്മകൾ എന്തെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ തെറ്റുതിരുത്തലിലൂടെയല്ലേ ഒരു സഭ നന്മയിലേക്കും വിശ്വാസ തീഷ്ണതയിലേക്കും അഭിവൃദ്ധിയിലേക്കും വളരുക? ഇന്ന് 2ാം ദിവസമായ ഈ വെള്ളിയാഴ്ച നടക്കുന്ന കാര്യം എന്താ? മാർപ്പാപ്പയുടെ പ്രതിനിധി, ഇന്ത്യയിലെ നൂൻഷ്യൂ ഒക്കെ പങ്കെടുക്കുന്ന എന്താ പറയുക, സീറോ മലബാറിൻ്റെ സഭാതലവൻ മാർ തട്ടിലും എല്ലാ പ്രമുഖ നേതൃത്വവും പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് 14ൽ പരം ക്രിമിനൽ കേസ് നേരിടുന്ന കളവ്, വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നിങ്ങനെയുള്ള കേസുകൾ നേരിടുകയും, കോടതി കുറ്റക്കാരനെന്ന് കണ്ട് കേസ് നേരിടാൻ പറഞ്ഞ് 17/3/2023 സുപ്രീം കോടതി വിധിച്ചതിനെ തുടർന്ന് ജാമ്യത്തിലുള്ള ഒരു ജാമ്യപ്രതിയാണ് ഈ എന്താ പറയുക, തൻ്റെ സുവർണകാല കഴിഞ്ഞ 10-12 വർഷമായിട്ട് മാർ ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയ്ക്ക് നേടിയിട്ടുള്ള സുവർണ കാലഘട്ടം എന്താണ്? ഭൂമി കൊള്ളയും, സഭയിൽ ആകമാനം വിശ്വാസികളുടെ പള്ളികൾ പൊളിച്ചു പണിത്, പാരിഷ് ഹാളുകൾ പണിത്, സകലമാന നേർച്ചത്തട്ടിപ്പും എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കമ്മീഷൻ സെൻറ്റ് തോമസ് മൗണ്ടിൽ കമ്മീഷൻ ഏജൻറ്റുമാരുണ്ടായിരുന്നു അത്രേ.
അതുപോലെ തന്നെ സഭയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനത്തിനും അഡ്മിഷനുമൊക്കെ കോഴ മേടിക്കാൻ പ്രത്യേകം ഏജൻറ്റുമാരുണ്ടായിരുന്നു അത്രേ. ബിനു പഴയച്ചിറയെ പോലെയുള്ള ആളുകൾ അതിനുവേണ്ടി ഇന്ന് കേസ് നേരിടുകയാണ്. അവരൊക്കെയാണ് സഭയുടെ ശക്തി കേന്ദ്രങ്ങൾ, സഭയുടെ വിശ്വാസികളുടെ പ്രതീകം, വിശ്വാസികളുടെ ശക്തനായ ആൾക്കാർ, കർദിനാളിൻ്റെ വക്താവ്. അപ്പോൾ പ്രിയരെ, എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ കർദിനാളിനോട് വലിയ അവാർഡ് കൊടുക്കേണ്ടതാണ്. എന്തിനെക്കുറിച്ചുള്ള അവാർഡാണ്? സീറോ മലബാറിൻ്റെ സുവർണ കാലഘട്ടം. ഇത് ആർക്കാണ് സുവർണ കാലഘട്ടം? ബ്രോക്കർമാർക്ക്, റിട്ടയർ ചെയ്ത ന്യായാധിപന്മാർക്ക്, കർദിനാളിനെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേര്, പിന്നെ അതുപോലെ ഈ പണം ധാരാളം അറിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലുമൊക്കെ കങ്കാണികളായ ഇടത്തട്ടുകാരുടെ സുവർണ കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം സൃഷ്ടിച്ചതിന് ആലഞ്ചേരിക്ക് കൊടുക്കേണ്ട അവാർഡ് ശരിക്കും പറയുകയാണെങ്കിൽ കയ്യഫാസ് അവാർഡാണ്. കാരണം ജെറുസലം ദേവാലയത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കയ്യഫാസിനെതിരെ ആഞ്ഞടിച്ചത്. വിശ്വാസികളെ കൊള്ള ചെയ്യുന്നതിനെതിരെ. തൻ്റെ പിതാവിൻ്റെ ഭവനം നാണയമാറ്റക്കാരുടെയും പലിശക്കാരുടെയും മൃഗക്കച്ചവടക്കാരുടെയും കേന്ദ്രമാക്കിയതിനെതിരെ ചാട്ടവാറെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സുവർണ കാലഘട്ടം സൃഷ്ടിച്ച ആലഞ്ചേരിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കയ്യഫാസ് അവാർഡാണ് കൊടുക്കേണ്ടത്. പിന്നെ എന്താണ്, ഈ മറ്റൊരു അവാർഡ് കൊടുക്കണം. ആർക്കാണെന്നറിയാമോ? മാർ ആൻഡ്രൂസ് താഴത്തിൽ. അദ്ദേഹം എന്താണ്, അനുസരണം പറഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയെ, പോലീസിനെയും MTNS ഗുണ്ടകളെയും കൂട്ടി ആക്രമിച്ച് പല രീതിയിൽ പരിക്കേൽപ്പിച്ചതിന്, അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അദ്ദേഹത്തിന് കൊടുക്കാവുന്നത് അന്നാസ് അവാർഡാണ്. ഈ കയ്യഫാസിൻ്റെ അമ്മായപ്പൻ അന്നാസ് അവാർഡ്. ഇനി മറ്റൊരു അവാർഡ് കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ കർദിനാളിൻ്റെയും ആൻഡ്രൂസിൻ്റെയും പോരാത്തതിന് ഫ്രാങ്കോയുടെയും തോളിൽ കൈയിട്ട് എല്ലാറ്റിനും മൂകസാക്ഷിയായി ഒരു തരം ഇളിഭ്യത്തര അഭിനയിച്ച് നടക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലിന്, അദ്ദേഹത്തിന് കൊടുക്കാവുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞുള്ള പീലാത്തോസ് അവാർഡ്. പ്രിയരെ, നാം